ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സംശയമാണ്. നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്ന ഒട്ടുമിക്ക കസ്റ്റമർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോഴും അതുപോലെ നിർത്തിയിടുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തീ പിടിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത്. അപ്പം അത്യാവശ്യം നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമറോട് ഷെയർ ചെയ്യാറുണ്ട്. എന്നാൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതാണ് രാവിലെ തന്നെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിന് തീ പിടിക്കാൻ കാരണമാവുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വയറിങ്ങുകളിലുണ്ടാകുന്ന ഷോർട്ടിങ് മൂലം ഉണ്ടാകുന്ന സ്പാർക്കിങ്ങുകൾ, അതുപോലെ തന്നെ ഇൻസുലേഷനൊക്കെ കട്ടായി പോയിട്ട് ഉണ്ടാകുന്ന സ്പാർക്കുകൾ. ഇതൊക്കെ കാരണമാണ് കൂടുതലും വാഹനം തീ പിടിക്കാൻ കാരണക്കാരനാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ വാഹനങ്ങളിലെല്ലാം കൂടുതലും ഇലക്ട്രിക്കൽ കമ്പോണൻസുകളാണ് വരുന്നത്. ECMകൾ, അതുതന്നെ മൊഡ്യൂള്, പിന്നെ സെൻസറുകൾ. അപ്പോൾ ഇതിലേക്കെല്ലാം ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ പാസ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലെല്ലാം ഫ്യൂസും ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും രീതിയിലൊരു ഷോർട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു സ്പാർക്കിങ്ങോ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ സർക്യൂട്ട് ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട് ഫ്യൂസുകളും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഫ്യൂസുകൾ പോകാനുള്ള കാരണമായാൽ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആ കംപ്ലയിൻറ്റ് പരിഹരിച്ചതിന് ശേഷം മാത്രം ഫ്യൂസ് മാറിയിടുക. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ ആവശ്യം നടക്കാനായിട്ട് പെട്ടെന്ന് പോയിട്ട് ഫ്യൂസ് കോപ്പർ കമ്പിയൊക്കെ വെച്ച് കെട്ടിയിടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇപ്പോൾ 20 ആമ്പിയർ ഇടേണ്ടടുത്ത് ചിലപ്പോൾ 40 ആമ്പിയർ 30 ആമ്പിയർ ഫ്യൂസൊക്കെ ഇടുന്ന ആൾക്കാരുമുണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഈ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് റെക്ടിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് അതിന് പരിഹരിച്ചതിന് ശേഷം മാത്രം ആ ഫ്യൂസ് തിരിച്ചിടുക. ഇതിൽ അഡീഷണലായിട്ട് എക്സ്ട്രാ ലൈറ്റുകളോ ഹോണുകളോ ഒക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നിലവാരമുള്ള സാധനങ്ങൾ തന്നെ മേടിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഓൺലൈനിലൊക്കെ വളരെ ചീപ്പ് റേറ്റിൽ വളരെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റു വയറിംഗ് കിറ്റുകളിൽ നിന്നൊന്നും കട്ട് ചെയ്തെടുക്കാതെ കൃത്യമായിട്ട് സെപ്പറേറ്റ് ഒരു ലൈൻ വലിച്ച് അതിന് ഫ്യൂസും അതുപോലെ റിലേയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് തന്നെ അത് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ വാഹനത്തിലെല്ലാം കൂടുതലും ഇപ്പം പ്ലാസ്റ്റിക്, ഫൈബർ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിലവാരം കുറഞ്ഞ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് ചൂടായിട്ട് അത് കത്തി തീ പിടിക്കാനൊക്കെയുള്ള സാധനങ്ങളിൽ ഈ പെർഫ്യൂമുകളും അതുപോലെ തന്നെ ഈ ഫോം നിറച്ച ലിക്വിഡുകളൊക്കെ ഉണ്ടല്ലോ, ക്ലീനിങ് ലിക്വിഡുകളൊക്കെ. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ വാഹനം വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ എഞ്ചിൻ റൂമിനകത്ത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്ലോത്തുകളും അതുപോലെ തന്നെ ചെറിയ പേപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മറന്ന് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 2-3 മാസങ്ങൾ നമ്മൾ വാഹനം ഉപയോഗിക്കാതെ ഇട്ടിട്ട് പെട്ടെന്ന് നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടി വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് വയറിങ്ങുകൾ എന്തെങ്കിലും എലി കട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കണം. മെയിനായിട്ട് നമ്മൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് പോകുന്ന വാഹനങ്ങൾ ഒരു യാത്രയ്ക്ക് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓവറോൾ ചെക്കപ്പിനായിട്ട് ഒരു വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി നോക്കുന്നത് നല്ല. വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരെ കാലപ്പഴക്കം കൊണ്ട് ഈ പെട്രോളിൻ്റെ ഹോസുകളൊക്കെ ഡാമേജ് ആകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന സമയത്ത് ഹോസുകളൊക്കെ മാറേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി റീപ്ലേസ് ചെയ്ത് സുരക്ഷിതമായിട്ട് തന്നെ ഉപയോഗിക്കും. അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ചാനലൊന്ന് ഫോളോ ചെയ്യാനോട് മറക്കല്ലേ. താങ്ക്